ഡൽഹിയുടെ ഹൃദയഭാഗത്തുള്ള ജന്തർ മന്ദർ ഇനി എക്കാലവും സമരം ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള വേദിയാകില്ലേ? രാജ്യതലസ്ഥാനത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തുന്ന ജന്തർ മന്ദറിലെ പ്രഹസന സമരങ്ങൾക്ക് പൂട്ടുവീഴാൻ പോകുന്നു എന്ന നിർണായക സൂചന നൽകിയിരിക്കുകയാണ് പരമോന്നത നീതിപീഠം. ജന്തർ മന്ദറിനെ ഒരു സ്ഥിരം പ്രതിഷേധ വേദിയായി നിലനിർത്തുന്നതിന്റെ ഔചിത്യം ചോദ്യം ചെയ്തുകൊണ്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാൻ തീരുമാനിച്ചു. തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ കാരണം സെൻട്രൽ ഡൽഹിയിൽ ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കും ആശുപത്രികളിലേക്കുള്ള മെഡിക്കൽ സേവനങ്ങളും അവശ്യ സാധന വിതരണവും തടസ്സപ്പെടുന്നതും ചൂണ്ടിക്കാട്ടി സമർപ്പിക്കപ്പെട്ട ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. മെഡിക്കൽ സേവനങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടുന്നതും പൊതുജനങ്ങൾക്ക് ആഴ്ചകളോളം യാത്രാ തടസ്സം ഉണ്ടാകുന്നതുമൊക്കെ അത്യന്തം ഗൗരവമുള്ള കാര്യമാണെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഡൽഹിയിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം സമര വ്യവസായത്തിനുള്ള തിരിച്ചടി കൂടിയാണിത്. JNU, ജാമിയ മിലിയ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടും ക്യാമ്പസ് വിട്ടുപോകാതെ നടക്കുന്ന ചില പ്രൊഫഷണൽ സമരക്കാർ ഡൽഹിയിലുണ്ട്. പ്രധാനമന്ത്രിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ചില ആന്തോളൻ ജീവികൾ. കേന്ദ്ര സർക്കാരിനെതിരെ ഏതൊരു കൂട്ടർക്കും, അത് കർഷകരാകട്ടെ, വിദ്യാർത്ഥികളാകട്ടെ, ആരുമാകട്ടെ, അവർക്കെല്ലാം വാടകയ്ക്ക് ആളെ കൊടുത്ത് സമരം നയിക്കുന്നവർ. മോദിയും അമിത്ഷായും ചേർന്ന് രാജ്യത്തിന്റെ ഭരണഘടനയെ അങ്ങ് ശാപ്പിട്ട് കളഞ്ഞു എന്ന മട്ടിൽ ഭരണഘടനയുടെ പുസ്തകവും പൊക്കിപ്പിടിച്ച് ജനജീവിതം ദുസ്സഹമാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതാണ് ഇവരുടെ സ്ഥിരം ഒരു രീതി. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനാധിപത്യ സർക്കാർ ഭരിക്കുമ്പോൾ പോലും അരാജകത്വം സൃഷ്ടിക്കാൻ നടക്കുന്ന ഇക്കൂട്ടരുടെ അജണ്ടകളെയാണ് ഈ ഹർജി തുറന്നു കാട്ടുന്നത്. ജനാധിപത്യപരമായ മാർഗങ്ങൾ നിലവിലുള്ളപ്പോൾ ഭരണഘടനയുടെ പേര് പറഞ്ഞ് തെരുവിലിറങ്ങുന്ന ഇത്തരം സത്യാഗ്രഹങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സമരക്കാരെ കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ പണ്ട് നൽകിയ ഒരു വലിയ മുന്നറിയിപ്പുണ്ട്. ഭരണഘടനാപരമായ മാർഗങ്ങൾ തുറന്നു കിടക്കുമ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടത്തുന്ന നിസ്സഹകരണം, സത്യാഗ്രഹം, സിവിൽ നിയമലംഘനം തുടങ്ങിയ ഇത്തരം അനാവശ്യ സമരമുറകൾ വെറുമൊരു അരാജകത്വത്തിന്റെ വ്യാകരണമാണ് എന്നായിരുന്നു അംബേദ്കറിന്റെ നിരീക്ഷണം. അംബേദ്കറുടെ ചിത്രവും കയ്യിലേന്തി സമരം ചെയ്യുന്ന ഈ വാടക സമരക്കാർ മറന്നുപോയതും ആ വലിയ സത്യമാണ്. അല്ലെങ്കിലും അംബേദ്കർ പറഞ്ഞതിൽ അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുകയും ബാക്കി തള്ളുകയുമാണല്ലോ അവരുടെ ഒരു രീതി. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട് അറിയിക്കാൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭരണഘടന തന്ന സഞ്ചാര സ്വാതന്ത്ര്യവും സ്വൈര്യജീവിതവും തടസ്സപ്പെടുത്തുന്ന ഈ അരാജകത്വത്തിന് വിരാമമിട്ട് ഡൽഹിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കുന്ന ഒരു നിർണായക തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനം. ന്യൂസ് ഡെസ്ക്